ഐക്യരാഷ്ട്രസഭാ സമ്മേളനം ചേരുമ്പോൾ 194 അംഗരാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇസ്രയേലിന് എതിരായി എന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കക്കൊപ്പം എക്കാലത്തും നിലയുറപ്പിച്ച ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചു. നെതന്യാഹു എന്ന ചോരക്കൊതിയനായ ആൾ പ്രസംഗപീഠത്തിലേക്ക് എത്തിയപ്പോൾ കാത്തിരുന്ന് കരുതി വെച്ച പോലെ ആളുകൾ അവരുടെ പ്രതിഷേധം ശക്തമാക്കി. കൂകി വിളിച്ചും കുഞ്ഞുങ്ങളുടെ ഘാതക എന്നും വിളിച്ചുമൊക്കെ നെതന്യാഹുവിനെ അവർ വരവേറ്റു. ലോകത്തെ ഭീകരതയുടെ മുൾമുനയുണ്ടെങ്കിൽ അത് ഇസ്രയേലാണെന്ന് ലോകമൊന്നടങ്കം അംഗീകരിച്ചു. തങ്ങളുടെ ടെക്നോളജിയും തങ്ങളുടെ ഭീകരതയും ഒരു പോരാട്ടമായി ലോകം അംഗീകരിക്കുന്നു എന്ന സ്വചിന്ത നെതന്യാഹു ഈ സമയം മറന്നിരിക്കണം. ഏതായാലും വെറുക്കപ്പെട്ടവരെ ലോകം കണ്ടു എന്ന് മാത്രമല്ല, നെതന്യാഹുവിന് ദൈവം കാണിച്ചും കൊടുത്തു. മനുഷ്യർ ഒരു ഭാഗത്ത് നെതന്യാഹുവിനെ ബഹിഷ്കരിക്കുമ്പോൾ സാത്താന്മാർ ചിലർ കൈയടിച്ചു കൊണ്ടിരുന്നതും ഐക്യരാഷ്ട്രസഭാ സമ്മേളനം കണ്ടു. നെതന്യാഹു ഒന്ന് വരട്ടെ, എന്നിട്ട് വേണം ഇറങ്ങിപ്പോയി ആ പ്രതിഷേധം അറിയിക്കാൻ എന്ന അവസ്ഥയിലായിരുന്നു പല രാഷ്ട്ര നേതാക്കളും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നത്.